കുറേ നമുക്കിവിടെ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പം ചിലർ വരുന്നവരുടെ കൂടെ കമ്പനിക്ക് വേണ്ടി വരും. അവർക്ക് കഞ്ഞി ഇഷ്ടേ ആയിരിക്കില്ല. അതായത് പനി പിടിച്ചാൽ പോലും കഞ്ഞി കുടിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ ആയിരിക്കും. എന്നാൽ ശരി, ഇയാളുടെ കൂടെ വന്നതല്ലേ, ഒന്ന് ട്രൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്പെഷ്യൽ കഞ്ഞികൾ ഏതെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് അതിൻ്റെ ഭയങ്കര ഫാനായിട്ട് പിന്നെ അവർ സ്ഥിരം കസ്റ്റമർ ആവുകയും അവർ മറ്റുള്ളവരുടെ അടുത്തോട്ട് ഈ മെസ്സേജ് പാസ് ചെയ്യും. അങ്ങനെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇതുപോലെ നമ്മൾ നെല്ലിക്കയുടെ ആളുകളാണ് എന്ന് അറിയുമ്പോൾ ഓടി വന്ന് കൈ പിടിച്ചിട്ട് ഞങ്ങൾ പനി പിടിച്ച് കിടക്കുമായിരുന്നു, അല്ലെങ്കിൽ ഡെങ്കു ആയിട്ട് 2 വീക്സ് വയ്യാണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങളെ സഹായിച്ചത് നെല്ലിക്കയിലെ കഞ്ഞിയാണ്. പുറത്തു പോകുന്ന പല ആളുകളായിട്ട് ഇടപെടുമ്പോൾ എപ്പോഴും ആരെങ്കിലും ഒരാൾ ഇതുപോലെ നമ്മുടെ അടുത്തൊരു നന്ദി പ്രകടനമായിട്ട് വരും. അത് നമുക്ക് തരുന്ന ഒരു എനർജി എന്ന് പറയുന്നത്, മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈവൻ മക്കളുടെ സ്കൂളിൽ പോകുമ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും ഇതുപോലെ ഓടി വന്ന് പറയും, അതായത് വയ്യാണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ സഹായിച്ചത് നെല്ലിക്കയിലെ കഞ്ഞിയാണെന്ന് പറഞ്ഞിട്ട്. അത് അപ്പം ആരുടെയൊക്കെയോ ഒക്കെ അനുഗ്രഹങ്ങൾ, ആശംസകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ അവർ നേരിട്ട് വന്ന് പറയുന്നുണ്ടാവില്ലായിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 3-4 പേരാണ് നമ്മളെ കണ്ട് സംസാരിക്കുന്നതെന്ന് വെച്ചാലും അപ്പം അത് വലിയൊരു അനുഗ്രഹമാണ്. അതായത് ഇപ്പോൾ അത് നമ്മളൊരു സാധാരണ ഒരു ഹോട്ടൽ നടത്തുമ്പോൾ ഇപ്പോൾ നമ്മൾ ബിരിയാണി കഴിച്ച ഒരാൾ ഓടി വന്നിട്ട് ആ ഒരു രീതിയിൽ പറയില്ലല്ലോ. നമ്മൾ നല്ല ടേസ്റ്റി ആയിരുന്നു, ഇഷ്ടമായി, അങ്ങനെയൊക്കെയല്ലേ പറയാം. മറ്റത് അതല്ല, ഒരു ആത്മാർത്ഥമായൊരു കൃതജ്ഞത പ്രകടിപ്പിക്കലാണത്. അത് വളരെ വലിയൊരു സന്തോഷമാണ് നമുക്ക് തരുന്നത്.